ഇക്കഴിഞ്ഞ പൊങ്കാല മഹോത്സവത്തിന് ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ ഈ പാലവുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്തിരുന്നു. അതായത് ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ഒരു പ്രധാന പാലമാണിത്. അതായത് നിരവധി ഭക്തജനങ്ങളും നാട്ടുകാരും നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാലമായിരുന്നു ഇത്. എന്തായാലും ഈ പാലത്തിൻ്റെ നിലവിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പുറംമൂടി നല്ലതാണ് എങ്കിലും ഇതിൻ്റെ അടിയിലുള്ള അവസ്ഥ, ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ, ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നതാണ്. 8 ലക്ഷം രൂപ മുടക്കിയാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നവീകരണ പ്രവർത്തനങ്ങളിൽ നാട്ടുകാരും ഇവിടുത്തെ പ്രതിപക്ഷവും എല്ലാം തന്നെ അസ്വസ്ഥരാണ്. ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ പുറം മിനുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ബീം ഉൾപ്പെടെ എപ്പോഴും വേണോ നിലംപൊത്താന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ ഈ അപാകത ചൂണ്ടിക്കാണിച്ചപ്പോൾ കൗൺസിലർ നേരിട്ട് വന്ന് കയ്യും കാലും വെട്ടി ഈ ആറ്റിൽ തള്ളുമെന്നും കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഏതെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിന് പ്രതിവിധി കണ്ടിട്ട് കാര്യമില്ല. ആ ദുരന്തം വരാതെ നോക്കുക വേണം ചെയ്യാനുള്ളത്. ഇലക്ഷന് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. റാഡിലാണ് ഈ പാലം പിടിച്ചു നിൽക്കുന്നത്. ഈ റാഡിൻ്റെ അവസ്ഥ, ഇത് 8 ലക്ഷം രൂപ മണികഴിപ്പിച്ച പാലത്തിൻ്റെ റാഡാണോ ഇത്?